IPL 2026 ആവേശം തുടങ്ങുകയാണ്. എന്നാൽ ഇത്തവണ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്ന ഒരു താരമുണ്ട്. പേര് വൈഭവ് സൂര്യവംശി. വെറും 14 വയസ്സുകാരൻ ഇന്ത്യ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസന് പരിക്ക് പറ്റിയപ്പോൾ ടീമിലെത്തിയ വൈഭവ് സൂര്യവംശി അടിച്ചു തകർത്തത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബൗളേഴ്സിനെയും വിദേശ ബൗളേഴ്സിനെയുമാണ്. ഇത്തവണ പക്ഷേ ക്യാപ്റ്റൻ റിയാൻ പരാഗ് വൈഭവ് സൂര്യവംശിക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈഭവ് സൂര്യവംശി എന്ന പേര് ഇന്ന് ക്രിക്കറ്റ് ലോകത്തിൽ അത്ര പരിചിതമല്ലാത്ത ഒന്നല്ല. കഴിഞ്ഞ IPL ലേലത്തിൽ 1.1 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ ഈ കൗമാരക്കാരനെ സ്വന്തമാക്കിയത്. വെറും 14 വയസ്സിൽ IPL സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് വൈഭവ് സ്വന്തമാക്കി. അതുമാത്രമല്ല, ഇന്ത്യയുടെ അണ്ടർ-19 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും ഈ ഇടംകയ്യൻ ബാറ്ററാണ്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ വെറും 80 പന്തിൽ 175 റൺസാണ് വൈഭവ് അടിച്ചുകൂട്ടിയത്. അക്ഷരാർത്ഥത്തിൽ ഒരു റൺ മെഷീൻ. ഇത്രയും വലിയ പ്രകടനം കാഴ്ചവെച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും അടുത്ത സീസണിൽ സമ്മർദ്ദമുണ്ടാകും. ക്യാപ്റ്റൻ റിയാൻ പരാഗും അത് തന്നെയാണ് പറയുന്നത്. വൈഭവ് സൂര്യവംശിക്ക് സമ്മർദ്ദമുണ്ടാകും. എന്നാൽ ഞാൻ അവനോട് പറയുന്നത്, നീ സമ്മർദ്ദത്തെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ യശസ്വി ജയ്സ്വാൾ ഉണ്ട്. വൈഭവ് ചെയ്യേണ്ടത് ഇത്രമാത്രം: ക്രീസിൽ വരിക, പന്തുകൾ അടിച്ചു തെറിപ്പിക്കുക. അതിനെക്കുറിച്ച് കൂടുതലൊന്നും നീ ചിന്തിക്കുക വേണ്ട. വൈഭവിനെ മീഡിയ അറ്റൻഷനിൽ നിന്ന് ഒഴിവാക്കി നിർത്താനും റിയാൻ പരാഗ് ശ്രമിക്കുന്നുണ്ട്. മീഡിയ കോൺഫറൻസുകൾക്കും പ്രസ് മീറ്റുകൾക്കും വൈഭവിനെ വിടില്ല എന്നാണ് റിയാൻ പരാഗ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. റിയാൻ പരാഗ് എന്ന ക്യാപ്റ്റന്റെ പക്വതയാണ് ഇവിടെ കാണുന്നത്. 14 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ മേൽ അനാവശ്യ മാധ്യമ ശ്രദ്ധയും സമ്മർദ്ദവും വന്നാൽ അത് അവൻ്റെ കരിയറിനെ ബാധിച്ചേക്കാമെന്നും അതുകൊണ്ട് തന്നെ ജയ്സ്വാളിനെ പോലെയുള്ള സീനിയർ താരങ്ങൾ സമ്മർദ്ദം ഏറ്റെടുക്കട്ടെ എന്നും വൈഭവ് തൻ്റെ കളി ആസ്വദിക്കട്ടെ എന്നുമാണ് പരാഗ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത വൈഭവ് ഈ വർഷവും രാജസ്ഥാൻ്റെ എക്സ് ഫാക്ടർ ആകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാർച്ച് 28-ന് ആരംഭിക്കുന്ന IPL ഗുവാഹത്തിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈക്കെതിരെയാണ് രാജസ്ഥാൻ്റെ ആദ്യ മത്സരവും. വൈഭവ് സൂര്യവംശി ഇത്തവണയും തൻ്റെ മാജിക് സൃഷ്ടിക്കുമോ? റിയാൻ പരാഗിൻ്റെ കരുത്തിൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം രാജസ്ഥാൻ റോയൽസിന് ഒരു കപ്പ് ലഭിക്കുമോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.